ആഗ്രഹിച്ച ജീവിതം നേടിയെടുക്കാനുള്ള ആ രഹസ്യം, അതാണ് ബ്രഹ്മമുഹൂർത്തം. ഹായ് ഫ്രണ്ട്സ്, മാനിഫെസ്റ്റ് വിത്ത് അനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മളിൽ പലരുവേ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ചിലർ മാത്രം ജീവിതത്തിൽ വളരെ വേഗത്തിൽ വിജയിക്കുന്നത് അല്ലേ? അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ കഴിവുണ്ടോ, അതോ ഭാഗ്യമാണോ? സത്യത്തിലേ അവർ ഒരു രഹസ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് സമയത്തിൻ്റെ കൃത്യത. നമ്മുടെ പുരാതന ഋഷിമാരും അതുപോലെ തന്നെ ആധുനിക കാലത്തെ ശതകോടീശ്വരന്മാരും ഒരുപോലെ പിന്തുടരുന്ന ഒരു ശീലമാണ് അതിരാവിലെ ഉണരുക എന്നത്. ഇതേ വെറും ഒരു ശീലമായിട്ടല്ല, ഇതൊരു ഊർജ്ജതന്ത്രമായിട്ട് വേണം കാണാൻ. പ്രപഞ്ച ശക്തിയുമായി നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ആ സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സമയം എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായും ആത്മീയമായും നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കും എന്നതാണ്. സമയക്രമം നമുക്ക് നോക്കിയാലോ. സൂര്യോദയത്തിന് കൃത്യം 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപാണ് ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുന്നത്. അതായത് ഏകദേശം പുലർച്ചെ 3:30 മുതൽ 5:30 വരെയുള്ള സമയം. ഈ സമയത്തെ നമ്മൾ സൃഷ്ടാവിന്റെ സമയം എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സമയം ഇത്ര പവിത്രമാകുന്നത് നമുക്ക് നോക്കിയാലോ. അതെ, രാത്രിയുടെ നിശബ്ദതയൊക്കെ കഴിഞ്ഞ് പ്രകൃതി ഉണരുന്ന ഒരു സമയമാണിതല്ലേ. ഈ സമയത്ത് പ്രപഞ്ചത്തിൽ പോസിറ്റീവായ ഊർജ തരംഗങ്ങൾ വളരെ കൂടുതലായിരിക്കും. നിങ്ങളൊരു വിത്ത് പാകാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണ് നോക്കൂലേ, അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന വിത്ത് പാകാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണ്. നമ്മുടെ ജീവിതത്തെയൊക്കെ നിയന്ത്രിക്കുന്നതേ ഉപബോധ മനസ്സാണല്ലേ. ഈ പകൽ സമയങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര തിരക്കിലായിരിക്കും. അപ്പോൾ നമ്മുടെ ലോജിക്കൽ മൈൻഡ് സജീവമായിരിക്കും അല്ലേ. എന്നാലേ ബ്രഹ്മമുഹൂർത്തത്തില് നമ്മുടെ ഉപബോധ മനസ്സ് ഒരു തുറന്ന പുസ്തകം പോലെയാണ്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യമായി മാറാൻ സാധ്യത കൂടുതലാണ്. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സേ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കി എനിക്കിത് ലഭിച്ചു, ഞാൻ ആരോഗ്യവാനാണ് എന്നിങ്ങനെയുള്ള പോസിറ്റീവായ അഫർമേഷൻസ് മനസ്സിന് നൽകണം എന്ന് പറയുന്നത്. ഇതിന് പ്രായോഗികമായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാലോ. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റാൽ മാത്രം പോരല്ലോ അല്ലേ. ആ സമയം എങ്ങനെ പ്രയോജനപ്പെടുത്തണം? എഴുന്നേറ്റ ഉടനെ തന്നെ മുഖം കഴുകി വൃത്തിയാക്കുക. ഇത് ശരീരത്തിന് ഉന്മേഷം നൽകും. 10-15 മിനിറ്റ് കണ്ണടച്ച് ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധ്യാനം ഇത് നിങ്ങളുടെ ചിന്തകളെ ശാന്തമാക്കും. നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതിപ്പോൾ തന്നെ അനുഭവിക്കുക. ഒരു സിനിമ കാണുന്നത് പോലെ നിങ്ങളുടെ ലക്ഷ്യം മനക്കണ്ണിൽ കാണുക. വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടേ. പിന്നെ കൃതജ്ഞത. നിങ്ങൾ ഇപ്പോൾ തന്നെ ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക പ്രപഞ്ചത്തോട്. നന്ദിയുള്ള മനസ്സിലേക്കാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ എത്തുന്നത്. നിങ്ങളൊരു വിദ്യാർത്ഥിനിയാണെങ്കിൽ പഠിക്കാനും, ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ പുതിയ ഐഡിയകൾ പ്ലാൻ ചെയ്യാനും ഈ സമയം ഉപയോഗിക്കുക. പകൽ ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങ് ഫലം ഈ സമയത്ത് ലഭിക്കും. കാരണവേ ഇതൊരു വിശ്വാസം മാത്രമല്ല, ശാസ്ത്രീയമായി നോക്കിയാലേ പുലർച്ചെ അന്തരീക്ഷത്തിൽ ഓസോണിന്റെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. ഇത് നമ്മുടെ ബുദ്ധിശക്തിയെയും ഓർമ്മശക്തിയെയും വർദ്ധിപ്പിക്കുന്നു. കൂടാതെ മലിനീകരണം കുറവായതിനാൽ ശുദ്ധവായു ശ്വസിക്കുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തും അല്ലേ. ഈ സമയത്ത് നമ്മുടെ ബ്രെയിൻ ആൽഫ സ്റ്റേറ്റിലായിരിക്കും. ഇത് ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും മികച്ച അവസ്ഥയാണ്. എങ്ങനെ ഈ ശീലം വളർത്തിയെടുക്കാൻ നമുക്ക് നോക്കിയാലോ. പെട്ടെന്നൊരു ദിവസം രാവിലെ 3:30 എഴുന്നേൽക്കുക നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അല്ലേ. ആദ്യത്തെ ആഴ്ച 15 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ് ശീലിക്കുക. രാത്രി ലഘുഭക്ഷണം കഴിക്കുക. നേരത്തെ ഉറങ്ങുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നാളെ ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുമെന്ന് മനസ്സിനോട് റിപ്പീറ്റായി പറയുക. മൊബൈൽ ഫോൺ മാറ്റി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങളുടെ ഈ ജീവിതം മാറാൻ മറ്റാരും വിചാരിച്ചിട്ട് കാര്യമില്ലല്ലേ, നിങ്ങൾ തന്നെ വിചാരിക്കണം. വരും ദിവസങ്ങളിൽ ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവന്ന് നോക്കൂ.
സാമ്പത്തികമായിട്ടുള്ള മാറ്റമായാലും സമാധാനമായാലും ആരോഗ്യമായാലും ബ്രഹ്മമുഹൂർത്തം നിങ്ങൾക്കത് നൽകുക തന്നെ ചെയ്യും. ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. നന്ദി. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ.